നൈറ്റി ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടത് മുതൽ സംശയങ്ങൾ ഒരുപാട് ചോദിച്ചിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പറ്റുന്നതിനൊക്കെ നമ്മൾ റിപ്ലൈ തരേണ്ട. ഒരുമിച്ച് വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നിർത്തി അതിനായിട്ടിരിക്കണം. അതിനേക്കാളും നല്ലത് നിങ്ങൾ ആ വീഡിയോക്ക് കമൻ്റായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റിപ്ലൈ ഇടുമ്പോൾ അതേ സംശയമുള്ളവർക്കും കൂടി ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി കിട്ടും. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. 12 വർഷമായി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. വീട്ടിൽ വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഏത് ടൈമിൽ വേണമെങ്കിലും 24 മണിക്കൂറും നമുക്ക് എന്ത് ചെയ്യുക, അലേർട്ടായിരിക്കുക. അതിനൊരു ടൈം വേണ്ട. നമ്മുടെ വീട്ടമ്മയാകുമ്പോൾ തന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ഒരു ആവശ്യം വരില്ല. നമ്മളെ മക്കളുടെ കാര്യം, നമ്മളെ ഹസ്ബൻഡിൻ്റെ കാര്യം, നമ്മുടെ വീട്ടു കാര്യങ്ങൾ, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നടത്താം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെറിയ രീതിയിൽ സമ്പാദിക്കുകയും ചെയ്യാം. റെൻറ്റ് വേണ്ട, കറണ്ട് ബില്ല് വേണ്ട, അതുപോലെ തുറക്കാൻ നിൽക്കണ്ട, അടക്കാൻ നിൽക്കണ്ട, വേറെ സ്ഥലത്തേക്ക് പോകണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ അതിലിപ്പോൾ ഒരു ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ അപ്പോൾ വീട്ടിലാരെയും ഗസ്റ്റ് വന്നാൽ പിന്നെ അത് ആക്കിയിട്ട് പോകണം. ഇതേ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഷോപ്പ് അടക്കണം. അതുപോലെ മറ്റ് ഷോപ്പുകളിൽ ഏത് റേറ്റിനാണോ കൊടുക്കേണ്ടത് ആ റേറ്റിന് കൊടുക്കണം. അതുപോലെ ലൈസൻസ് എടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പരിധി കൂടുതൽ ടൈം തുറന്നു വെക്കാൻ പറ്റില്ല സ്ത്രീകളാവുമ്പോൾ. പിന്നെ അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എല്ലാം നോക്കണം. പക്ഷെ ഇതാവുമ്പോൾ ആ ഒരു സംഭവം ഒന്നും നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇഷ്ടം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഷോപ്പിനേക്കാളും ഒന്നും കൂടി നന്നാവുക വീട്ടിലിരുന്നിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഷോപ്പ് ഇടുന്നവർക്ക് ഷോപ്പ് ഇടും ചെയ്യാം. നമുക്കതിനുള്ള അനുവാദമില്ല. കാരണം നമ്മളെ ഇഷ്ടം മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ ഫാമിലി എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അതും കൂടി നോക്കണ്ടേ. അപ്പോൾ എൻ്റെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ പോകുന്നത്. 12 വർഷമായി ഞാൻ തുടങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അത് വിളിച്ചവരിൽ കൂടുതൽ പേർക്ക് പറയേണ്ടത് നൈറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലേ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. അതിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത്, നൈറ്റിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്, നൈറ്റി പൈപ്പിങ് വെക്കുന്നത്, എംബ്രോയ്ഡറി നെക്ക് വെക്കുന്നത്, അതുപോലെ സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയങ്ങളുടെ മറുപടിയൊക്കെ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം അപ്ലോഡ് ചെയ്തത് വീണ്ടും വീണ്ടും ഇടാമെന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് കണ്ട് ഇപ്പോഴും കാണുന്നവരുണ്ട്. അവർക്ക് അതൊരു വെറുപ്പിക്കലായിട്ട് തോന്നും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാത്തത്. കഫ്താൻ നൈറ്റി, ഫ്രോക്ക് നൈറ്റി എല്ലാം സ്റ്റിച്ച് ചെയ്തത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നും സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അത് ഇടാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ അവിടെ കിടക്കും. ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട്. അത് നമ്മളെ പല തിരക്കുകൾ കാരണമാണ് ഒഴിവാക്കി പോകുന്നത്. ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട്. ഓൺലൈനായിട്ട് ഹോൾസെയിലായിട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാറില്ല. എന്ന് വെച്ചിട്ട് അത് കിട്ടൂല എന്നല്ല, അത് ആവശ്യക്കാരുണ്ടാകുമ്പം മെറ്റീരിയൽ എടുക്കുന്നവരിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് കൊടുക്കാറുണ്ട്. കാരണം സ്റ്റിച്ച് ചെയ്തത് നമുക്ക് റീറ്റെയിലായിട്ട് ഒരുപാട് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു വരുമ്പോൾ പിന്നെ ടൈം ഉണ്ടാവില്ല. റീറ്റെയിലായിട്ട് നമുക്ക് നല്ല റേറ്റ് കിട്ടാനുണ്ടാകുമ്പോൾ നമ്മളത് ഹോൾസെയിലായിട്ട് കൊടുക്കണ്ടല്ലോ. മെറ്റീരിയലുകൾ പിന്നെ 100 പീസ് എടുക്കാതെ എനിക്ക് കിട്ടൂല. ഞാൻ ഷോപ്പുകളിൽ നിന്ന് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് അതുപോലെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കസിൻ്റെ ഷോപ്പൊക്കെ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എടുക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പോവാനും അതുപോലെ പോയിട്ട് എടുക്കാനും ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടും പല സ്ഥലങ്ങളിൽ. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ആ ഒരു ദിവസത്തെ നമ്മളെ വർക്ക് പോവും. എൻ്റെയും കാക്കൂൻ്റെയും വർക്ക് ഒഴിവാക്കണം. അപ്പം തന്നെ ഒരു 2000. കാക്കൂൻ്റെ അന്നത്തെ എൻ്റെ കാക്കു ഇവിടെ വയറിങ് പണിയാണ് നാട്ടിൽ, ഗൾഫിൽ പോയിരുന്ന്. മറ്റേ ഇവർ പറഞ്ഞ പോലെ കുറേ ഇരിക്കഞ്ഞി ഉണക്കമുളകായാലും വേണ്ടില്ല, ഇവിടെ നിന്നിട്ട് നമുക്കുള്ളത് മതിയെന്ന് ഞാനും പറഞ്ഞതുകൊണ്ടാണ് കാക്കു ഇവിടെ നിന്നത്. അപ്പോൾ കാക്കൂനൊരു സപ്പോർട്ടായിട്ട് ഞാൻ ആണ് ഈ ബിസിനസ്സും കൂടി തുടങ്ങിയത്. അപ്പോൾ എനിക്കെല്ലാ ഫുള്ള് സപ്പോർട്ടായിട്ട് കാക്കുവിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് പാർട്ട്ണർ കാക്കുവാണ്. ബിസിനസ്സിലായാലും ലൈഫിലായാലും കാക്കുവിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിലനിന്ന് പോകുന്നത്. കാരണം ആരെങ്കിലുമൊക്കെ ചമ്മാട്ടിലേക്ക് സാധനത്തിനൊക്കെ വരികയാണ്, അവർക്ക് കൊണ്ടു കൊടുക്കാനും ഇനി കസിൻ്റെ ഷോപ്പിലേക്കായാലും സാധനം എടുക്കാനും ഞാൻ പോസ്റ്റ് വഴി അയക്കാറുള്ളത് പാക്ക് ചെയ്യിപ്പിക്കാനും അതിൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ കാക്കു പണിക്ക് പോകുന്നതിന് മുമ്പ് അത് കൊടുത്തിട്ടാണ് പണിക്ക് പോകാറുള്ളത്. അങ്ങനെ ഫുള്ള് സപ്പോർട്ടായിട്ട് നമുക്കൊരാളും കൂടി വേണം ഇങ്ങനെ ഒരു കാര്യത്തിന്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഹസ്ബൻഡ് സപ്പോർട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കതില്ലാന്ന്. അങ്ങനെ ഒരു സപ്പോർട്ടാക്കി നമ്മൾ എടുക്കുകയാണോ വേണ്ടത്? സപ്പോർട്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെട തന്നെ വേണം. അത് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാനറിയാം. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ അറിയിക്കണം. നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്ന് വീണ്ടും വീണ്ടും പറയണം. ചിലരൊന്ന് ഒരു പ്രാവശ്യം അത് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും
എൻ്റെ ഹസ്ബൻഡ് ഇതാണ് ചോദിച്ചത്, ഞാനിനി അത് ചെയ്യണ്ടെന്നുള്ള നിലയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പകുതി മുക്കാലും പ്രശ്നങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ശരിയായിട്ട് പോവും. ഞാൻ ബിസിനസ് തുടങ്ങിയതിൽ ആകെ 2 പീസ് എടുത്തിട്ടാണ് തുടങ്ങിയത്. ഒരു പീസ് ഞാൻ ഇൻക്കും അടിച്ച്, ഒരു പീസ് അവിടെ വെക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നൊരു ഫംഗ്ഷന് ഞാൻ സ്റ്റിച്ച് ചെയ്താനായിട്ട് ഞാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു പീസായിരുന്നു എടുത്തിരുന്നത്. അടിച്ചതിന് ഭംഗിയേക്കാളും ആ മോഡൽ നല്ല ഭംഗിയുള്ളതാണ് എടുത്തത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമ്മൾ സ്ത്രീകൾ എങ്ങനെയായാലും ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ അടിച്ചതാണ്. ഞാനിങ്ങനെ ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുണ്ട് ഇതേപോലുള്ള പീസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ കളറുണ്ട്, ബാക്കിയൊക്കെ എടുത്തു പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു പീസിന് അവിടെ അടിയായി. അപ്പോൾ ഞാൻ അതിൻ്റെ സെയിം പ്രിൻറ്റ് ആ ഷോപ്പിലുണ്ടോയെന്ന് ചോദിച്ചു. ഹോൾസെയിൽ ഷോപ്പിലൊന്നുമില്ല, ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ ഒരു ഷോപ്പിൽ തന്നെ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞ ആ 5-6 പീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പീസ് ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഈ 5 ഒന്ന് ഇവിടെ മാറ്റി വെക്കണം, ഞാൻ നാളെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്ന് പോയി. ആർക്കും കൊടുക്കരുതെന്നും പറഞ്ഞിട്ട്, കാരണം എനിക്കത് മുഴുവൻ വാങ്ങാനൊരു ധൈര്യമില്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്നോട് ഈ പറഞ്ഞ ഈ ആളുകൾക്കൊക്കെ കൊടുത്ത്, ഇതുണ്ട്, ഈ കളറ് വേണം, ആ കളറ് വേണമെന്ന് വെച്ചിട്ട് എല്ലാവരും അതെടുത്ത്. പിറ്റേ ദിവസം ഞാൻ ആ 5 എടുക്കാൻ പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു 5 കൂടെ എടുത്ത്. അതിൽ ആ 5 എടുത്ത് നേരത്തെ ഈ പറഞ്ഞ ആദ്യം ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞ 5 എല്ലാവരും എടുത്ത്, ബാക്കി 5 അവിടെ കിടന്ന്. അപ്പോൾ ശരിക്കും സങ്കടമായി. എന്നാലും കൂടിയിട്ട് പിന്നെ ഞാൻ എടുത്ത ആ 5 നിന്ന് പകുതിൻ്റെ പൈസ എനിക്കിതിൻ്റെ ലാഭമായിട്ട് കിട്ടി. എന്നാലും ബാക്കി ആ 5 ഒരു 1.5 മാസത്തോളം ആ ബാക്കി 5 അവിടെ കിടന്ന്. സങ്കടം വരിക, കാരണം നമുക്ക് കയ്യിൽ പൈസയായിട്ട് ലാഭം എന്ന് പറഞ്ഞിട്ട് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പലരും പ്രശ്നം അതാണ്, ലാഭം എന്ത് ചെയ്യും, ബാക്കിയുള്ള തുണിമ കിടക്കും. ആ തുണി നമുക്ക് എടുക്കാലോ അടിച്ചിടാലോ എന്നുള്ളത് ആരും ചിന്തിക്കൂല. പകരം എന്താ ചിന്തിക്കുക, കാരണം ഒരു നൈറ്റി നമുക്ക് കിട്ടണമെങ്കിൽ 300-400 വേണ്ടേ. ആ സമയത്ത് നമുക്ക് ലാഭമായിട്ട് നൈറ്റി അടിക്കാനുള്ള തുണി ലാഭം ഉണ്ട് നമ്മൾ ചിന്തിക്കൂല. പകരം പൈസ ആയിട്ടൊന്നുമില്ലല്ലോ എന്നുള്ള ടെൻഷൻ മാത്രം നോക്കുക. അപ്പം എന്നോട് എൻ്റെ കാക്ക പറഞ്ഞു, അതിനെന്താ എനിക്ക് ചുരിദാറോ 3 പീസ് ആക്കിയിട്ട് ഇട്ടോ, എന്തായാലും പൈസ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, 5 പോയില്ലേ. അങ്ങനെ ഇതിൽ ചിന്തിക്കും. സത്യം പറഞ്ഞാൽ എന്നെക്കാളും പോസിറ്റീവ് വൈബ് കാക്കൂനാണ്. ഞാൻ ഒരു ടെൻഷൻ കൊല്ലിയായിരുന്നു, ചെറിയ കാര്യത്തിന് പോലും ഒരുപാട് ടെൻഷനാവും. കാക്കുവിൻ്റെ മറ്റേ ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ പോലെ ചാണകം ചാരിയ ചാണകം മണക്കും എന്നാണ് ഞാൻ കാക്കുവിനെ പറഞ്ഞ് കളിയാക്കാറുള്ളത്. പോലെ കാക്കുവിൻ്റെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഞാനും വിചാരിക്കും ശരിയാണ്, കാരണം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, തുണിയായിട്ട് ഇവിടെ ഉണ്ട്, നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിലും വേണ്ടേ ഇത്രയും എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് അടിച്ചിടാന്ന് വിചാരിച്ചിട്ടൊന്നും അടിച്ചിടാൻ എന്തോ തോന്നിയില്ല, അതങ്ങനെ അവിടെ കിടന്ന്. പിന്നെ ഒരു പ്രാവശ്യം ഈ നൈറ്റി എടുത്ത ആളുകളോടൊന്നും ഞാൻ വീണ്ടും ചോദിക്കാൻ പോയിട്ടില്ലായിരുന്നു, ഇനിയിപ്പോൾ അവരെന്താ വിചാരിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. അതിലുള്ള ഒരാളെ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ച്, അതിനേക്കാളും നല്ലൊരു മോഡലുള്ള വേറെ വന്നിട്ടുണ്ട്, ഞാൻ ചോദിക്കാൻ നിൽക്കരുന്ന്, എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇട്ടത് കണ്ടിട്ട് എൻ്റെ നാത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അല്ലെങ്കിൽ വേറെ മോഡലിലൊക്കെ അടിച്ചു തരികയാണെങ്കിൽ ഓളെടുത്തോളാന്ന് പറഞ്ഞപ്പം എന്താ പറയുക, ലോട്ടറി അടിച്ച പോലെയായിരുന്നു. ഞാൻ എന്ത് ചെയ്ത് ആ നാത്തൂൻ്റെ നമ്പർ തരുമോ, നാത്തൂന് എങ്ങനെയാണ് അളവ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാമെന്ന് വെച്ചിട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ നാത്തൂൻ്റെ നമ്പർ ഇയാൾ തന്ന് അവർക്ക് അയച്ചു കൊടുത്ത്. അവരോട് ഞാൻ പറഞ്ഞത് ഈ മോഡലാണ്, പിന്നെ അത് പല മോഡലിൽ അടിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏത് പറഞ്ഞാലും ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, ഈ ബനിയൻ ക്ലോത്തിൻ്റെ നൈറ്റി ഇടുമ്പോൾ നൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ആണ്. അപ്പോൾ കോട്ടണിൽ അങ്ങനെ കൈയൊന്നും ഇല്ലാതെ എനിക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചു തരാൻ പറ്റുമെന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോഡലിലും ഒന്നടിച്ച്, അവർ പറഞ്ഞ സാധാ യൂസിങ്ങിനുള്ളതും ഒന്നും അടിച്ച്. പിന്നെ ബാക്കി 3 ഉണ്ടായിരുന്നു. ഇനി ഈ 3 എന്താണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 2 അടിച്ചത്. ഈ 2 അടിച്ചവർ കൊണ്ടുപോയി കൊടുത്തത്. പിറ്റേ ദിവസം തന്നെ അതുപോലുള്ള 3 കൂടി എനിക്ക് അടിച്ചു തരണം, എൻ്റെ ഇളച്ചി പറഞ്ഞാണെന്ന് പറഞ്ഞ്. അവരുടെ ആ കച്ചവടം അന്നും ഇന്നും എനിക്കുണ്ട്. അത് എൻ്റെ ഒരു മൂത്തച്ഛൻ്റെ നാത്തൂനാണ്, സെലീന എന്ന് പറഞ്ഞിട്ട്, അന്നും ഇന്നും എൻ്റെ കസ്റ്റമറാണ് അവർ. ഞാൻ പറയാറുണ്ട്, എൻ്റെ ഫസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ടെൻഷൻ പോക്കിയ ആളാണ് നിങ്ങളിനി എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളാ എന്താ പറയുക ആ 5 പോക്കാൻ സഹായിച്ച ആ ആളോടുള്ള കടപ്പാട് അന്നും ഇന്നും എനിക്കുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് പറയാറുണ്ട്. ആ 5 സെയിലായി, എൻ്റെ കയ്യിൽ ആ പൈസ വന്ന്
അത് ഒരു തുടക്കം. ആ 2 നിന്ന് തുടങ്ങിയ ഞാൻ ഇന്നിപ്പോൾ എത്ര മെറ്റീരിയൽ എടുക്കാൻ എനിക്കൊരു ടെൻഷനില്ല, പേടിയില്ല. അതുപോലെ ഒരു തുടക്കത്തിന് ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷന് നിങ്ങൾ കാത്തിക്കണ്ട. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു തുടങ്ങുക. പരിശ്രമിക്കണോലൊപ്പം പടച്ചോനുണ്ടാവും എന്തായാലും, കാര്യത്തിൽ സംശയം വേണ്ട. താങ്ക് യു. ഇപ്പം തുടക്കം ഉഷാറാവേണ്ടതോ വീണ്ടും ഒരുപാട് ഓർഡർ കിട്ടുന്നതോ ഒന്നുമല്ല. നമ്മളെ നാവാണ് നമ്മളെ ധൈര്യം. നമ്മളാണ് നമുക്കുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോലെ പ്രവർത്തിക്കാനും ചെയ്യാനും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, എടുത്ത് റെഡിയായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ വേണമെന്നുള്ളവർ വേഗം ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കോൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതാവും. അതിൻ്റെ കൂടെ നമ്മളെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തിടണം. വീഡിയോൻ്റെ താഴെ ബ്ലാക്ക് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതി അതൊന്ന് പ്രസ് ചെയ്തിട്ട് വെള്ള കുട്ടപ്പനാക്കിയാൽ മതി. താങ്ക് യു. അസ്സലാമു അലൈക്കും.